എന്തായാലും 2026-ന്റെ തുടക്കം വളരെ വളരെ നന്നായിട്ടുണ്ട്. ഇത്തവണയെങ്കിലും അൽ നാസറിന്റെ ഒപ്പം അണ്ണൻ ഒരു പ്രോപ്പർ ട്രോഫി കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അതിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. 10 ലീഗ് മാച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു വന്ന ടീമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രോപ്പർ ഒപ്പണൻസ് വന്നപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഡ്രോ, ഈ മാച്ചിൽ അൽ അഹ്ലിക്കെതിരെ 3-2 തോൽവി. ഇനിയിപ്പോ എന്താ, അൽ ഹിലാൽ അവരുടെ റിമൈനിങ് മാച്ച് ജയിച്ചാൽ അവർ 1-ാം സ്ഥാനത്തെത്തും. ഇവിടെ ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, അൽ നാസർ കൺസീഡ് ചെയ്യുന്ന ഒരു 80% ഗോൾസും അവരുടെ ആ ഒരു ഡിഫെൻസീവ് ലൈൻ അല്ലെങ്കിൽ അത്രക്കും ഹൈ ലൈൻ ഇട്ട് ഒലത്താൻ നിൽക്കുന്നതുകൊണ്ടുള്ളതാ. ഈ ഒരു മാച്ചിൽ കൺസീഡ് ചെയ്ത് 2 ഗോൾ എത്ര സിമ്പിൾ ആയിട്ടറിയോ അൽ അഹ്ലിന്റെ പ്ലേയേഴ്സ് കൗണ്ടർ അടിച്ചത്. ഒരു പാസ് മതി അൽ നാസറിന്റെ 4 ഡിഫൻഡേഴ്സിന്റെയും അപ്പുറം കടന്ന് പോവാൻ. അൽ അഹ്ലി സ്കോർ ചെയ്ത 2 ഗോൾസ് മാത്രമല്ല, ഈ കളിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ചാൻസസും ഇതേപോലെയാണ്. 1-2 പാസ് മതി അൽ നാസറിന്റെ മൊത്തം ഡിഫൻഡിനെ മറികടന്ന് ഒരു ഗോൾ സ്കോറിംഗ് ചാൻസ് ഉണ്ടാക്കാൻ. ചില മൊമെന്റ്സിലേക്ക് അൽ നാസർ ജസ്റ്റ് എസ്കേപ്പ് ആയതാ. സത്യം പറഞ്ഞ ആദ്യത്തെ 2 ഗോള് 20 മിനിറ്റ് തന്നെ കൺസീഡ് ചെയ്ത് പിന്നെയുള്ള കുറച്ച് മിനിറ്റ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഈ മാച്ച് അൽ നാസറിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന്. കാരണം അൽ അഹ്ലിക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ അത്രയും ഡിഫെൻസീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. 10 പ്ലേയേഴ്സും ബാക്കിലുണ്ട്. അൽ നാസർ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ടും ആ ഒരു ഡിഫൻസിനെ സ്പിറ്റ് ചെയ്യാൻ കഴിയണില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതിനിടയിലാണ് അൽ അംറി, അൽ നാസറിന്റെ സെന്റർ ബാക്ക്, കണ്ണും ചിമ്പി ഒരു ഷോട്ട് കുറച്ച് അപ്പുറത്ത് തന്നെ അടിച്ചു. എന്തോ ഭാഗ്യത്തിന് കീപ്പറിന്റെ കയ്യിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് അതൊരു ഗോളായി. ഒരു ചെറിയ കച്ചിത്തുരുമ്പ്. അതിനുശേഷം അൽ നാസർ കുറച്ചുകൂടെയൊക്കെ നല്ല പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഗോൾ വരുന്നില്ല. ബട്ട് ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റ് മിനിറ്റിലായിട്ട് ഒരു കോർണർ ആൻഡ് അൽ അംറി അഗൈൻ. സിമക്കാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം കളിക്കുന്ന അൽ നാസർ ഫാൻസ് കുറെ അധികം ബൂ ചെയ്ത, ഞാൻ അൽ ഇത്തിഹാദിൽ സൈൻ ചെയ്തോളാം, എനിക്ക് അൽ നാസറിൽ കളിക്കണം എന്നില്ല എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ആണിത്. ആള് ഹെഡ് ചെയ്യണോ, ആ ഒരു ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തണോ, ഇതൊക്കെ കണ്ടപ്പോൾ എന്നിലുള്ള പാവം ഡെലൂലു വീണ്ടും ഉണർന്നിട്ടുണ്ടായിരുന്നു. അൽ നാസർ ജയിക്കുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് പോയി. അപ്പൊ എന്താ, 55-ാം മിനിറ്റിലെ മെറി ഡെമിറാൽ ആൻഡ് ഐവൻ ടോണിയുടെ ആ ഒരു ഫ്ലിക്കപ്പ് എല്ലാം കൂടെ അവരൊരു ഗോൾ അടിച്ചു. ഐവൻ ടോണി ഈ മാച്ചിലെ ബെസ്റ്റ് പെർഫോമർ. ആൾക്ക് ഹാട്രിക്കും അതിന്റെ മേലക്കും അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അൽ നാസർ ഉണ്ടാക്കി കൊടുത്തിനു. അതിലാൾ 2 സ്കോർ ചെയ്തു, ഒരു അസിസ്റ്റ് വെച്ച് കൊടുത്ത്. അണ്ണന്റെ കേസാണ് കോമഡി. വയ്യാത്ത കളി. യാവ് ഫെലിക്സ് ഒരു സാധനം മുന്നിൽ വെച്ചെടുത്തപ്പോൾ പന്താളെ കാലുമ കുടുങ്ങി. അതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനത്തെ മാച്ചസിൽ അണ്ണന്റെ ഒരു ഗോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ കഴിഞ്ഞ 2 മാച്ചിനും വയ്യാത്ത കളി. എന്നാലും അൽ നാസറിനെ സംബന്ധിച്ച് ഈ വെറുതെ കൺസീഡ് ചെയ്യണ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തണം. കാരണം ഇനി അൽ ഹിലാലിനെതിരെയുള്ള മാച്ചൊക്കെ വരാനുണ്ട്, എണ്ണി കിട്ടും ഇങ്ങനെ കളിച്ച. ഇവിടെ പറയാൻ വിട്ടൊരു കാര്യം എന്താണെന്നറിയോ, അൽ അഹ്ലി ഈ ഒരു മാച്ചിൽ കളിച്ചത് അവരുടെ മെയിൻ ആയിട്ടുള്ള 4 ഫോറിൻ പ്ലേയേഴ്സ് ഇല്ലാതെ, കീപ്പർ ഇല്ല, കെസ് ഇല്ല, മഹ്റസ് ഇല്ല, വേറെ ആർക്കും ഇല്ല. സെന്റർ ബാക്ക് ഇബാന്യസ് റെഡ് കാർഡ് ഗൈസ്. എന്നിട്ടാണ് അൽ നാസർ ഇങ്ങനെ ഒന്നുമില്ല. എനിവേ 2026 ഒരു ഗോട്ടിന് അത്ര നല്ലൊരു തുടക്കമല്ല കൊടുത്തത് എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തം അഡ്രിയാൻ ഗോട്ട് ലൂണയെ സംബന്ധിച്ച് ഒരു നല്ല വർഷമാവുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾറെഡി നല്ലൊരു തുടക്കമാണ് കേട്ടോ. കാരണം ആൾ ഇവിടുത്തെ ക്ലൗൺ ഷോന്ന് രക്ഷപ്പെട്ടല്ലോ. ബൈ നമ്മുടെ സ്വന്തം നോ സദോയ് കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ ഒരു താങ്ക് യു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ ലോണിലല്ല, നോ സദോയ് മൊത്തത്തില് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയിട്ടുണ്ട്. അടിപൊളി. ISL പറ്റിയിട്ടും KBFC പറ്റിയിട്ടും ഒക്കെ എന്തെങ്കിലും നല്ല ന്യൂസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ കരിയർ മോഡ് കണ്ടു തുടങ്ങിക്കോളൂ. ഇനി അതിലൊക്കെ എന്തെങ്കിലും നല്ലതുണ്ടാവുള്ളൂ. ISL വിട്ടു പോണ ഈ ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ എങ്ങട്ടാ പോണത് എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് ലൂണ അടക്കമുള്ള പല പ്ലേയേഴ്സും പോണത് ഇന്തോനേഷ്യയിലെ ടോപ്പ് ലീഗിലേക്കാണ്. അവിടുത്തെ ലീഗിൽ കറന്റ് 12-ാം സ്ഥാനത്തുള്ള പെർസിക്കെതിരി എന്നുള്ള ഒരു ക്ലബ്ബാണ് ലോണിൽ ലൂണയെ സൈൻ ചെയ്യാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പോവുന്ന പ്ലേയേഴ്സ് എങ്കിലും കുറച്ച് നല്ല ഫുട്ബോള് പോകുന്ന സ്ഥലത്ത് കളിക്കട്ടെ. അല്ലാതെ ഇവിടെ നിന്നിട്ട് ഓർക്കും കാര്യമില്ല. നമ്മുടെ ക്ലബ്സിനും അവർക്ക് വെറുതെ പൈസ കൊടുക്കാനൊന്നും ഇല്ലല്ലോ. പിന്നുള്ള ഒരു സംഭവം എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പല മെയിൻ ടോപ്പ് ലെവലിലുള്ള ഫുട്ബോളേഴ്സ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ISL കാര്യം പറഞ്ഞ് ഫിഫക്കൊരു മെസ്സേജ് പോലെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫോറിൻ പ്ലേയേഴ്സ് പോണ പോലെ ഇന്ത്യയിലെ ബാക്കിയുള്ള യങ് പ്ലേയേഴ്സ് ഒക്കെ പുറത്തുള്ള ഓപ്ഷൻസ് നോക്കാത്തത് എന്താ? ഇവിടെ മാത്രമല്ലല്ലോ ഫുട്ബോൾ ലീഗ് ഉള്ളത്. ഇവർക്ക് കളിക്കാൻ പറ്റുന്ന വേറെ നാടുകളും വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവരുടെ ടാലന്റ് കാണിക്കാൻ പറ്റണ. അങ്ങനെ ഒരു ഓപ്ഷൻ ഒറ്റൊരാൾ നോക്കണില്ല കേട്ടോ. അതെന്താന്ന് എനിക്കറിയില്ല. എല്ലാവരും ഈ ഒരു സേഫ് സോണിൽ നിൽക്കാനാണ് ഉദ്ദേശിക്കണ്ടേ. ഇനിയിപ്പോൾ ഇവിടെ ലീഗ് നടക്കണില്ലെങ്കിൽ 1 വർഷം വെറുതെ കളയും നിങ്ങൾ. അങ്ങനെ ഒരു ഡൗട്ട് എനിക്കുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യുക.
ചിലപ്പോൾ സെയിം പൈസ ഒന്നും കിട്ടൂല, പക്ഷേ റിസ്ക് എടുക്കൂ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ബൈ.